6 മണി തൊട്ട് ഇപ്പോൾ ഇതുവരെ ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 11:30 വരെയാണ് പ്രചാരണം ഉണ്ടായിരുന്നത്. ഞാൻ രാത്രി വീട്ടിൽ വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. അങ്ങനെയൊക്കെയുള്ള ഒരു ഇങ്ങനെ നടക്കുന്നത് എന്താ വെച്ചാൽ നമുക്കിനി കുറച്ച് സമയമേ ഉള്ളൂ. 2 ആഴ്ച മാത്രമേ ഇനി നമുക്ക് പ്രചാരണത്തിനായിട്ട് കിട്ടുന്നുള്ളൂ. പക്ഷേ ആ 2 ആഴ്ച എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. നമ്മളൊരു വലിയ ഒരു പാതയിൽ ഒരു വലിയ വാതിലിൻ്റെ മുന്നിലെത്തി നിൽക്കുകയാണ്. ആ വാതിൽ തുറക്കാനായിട്ടുള്ള ഒരു താക്കോൽ നമ്മുടെയൊക്കെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ താക്കോൽ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ സമ്മതിദാന താക്കോലാണ്, നിങ്ങളുടെ വോട്ടേഴ്സിൻ്റെ താക്കോലാണ്. അത് വെച്ച് നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ തുറന്നു കഴിഞ്ഞാൽ ഒരു വൻ വെളിച്ചമായിരിക്കും നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വരാൻ പോകുന്നത്. ഡൽഹിയിൽ നിന്ന് കത്തി ജ്വലിച്ച് നിൽക്കുന്ന ആ ഒരു വെളിച്ചത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ കേരളത്തിലേക്കും കൂടെ പ്രവഹിച്ചേ മതിയാവും. കൂരിരുട്ടിൽ കഷ്ടപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് ഈ കേരള സംസ്ഥാനം. കടക്കെണിയിൽ മുങ്ങിത്താഴുന്ന ഒരു കപ്പലിൻ്റെ ക്യാപ്റ്റനാണ് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം വില കൂട്ടി. കരങ്ങളാണെങ്കിൽ വളരെയധികം കൂട്ടി, വിലക്കയറ്റം വളരെ രൂക്ഷമായിട്ട് കൂട്ടി, ഇലക്ട്രിസിറ്റി കറണ്ടിൻ്റെ ചാർജ് വളരെ കൂട്ടി, വെള്ളക്കരം വളരെയധികം കൂട്ടി. ഇപ്പോൾ ഇലക്ട്രിസിറ്റി മീറ്റർ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന മീറ്ററിന് വരെ വാടക 5 ഇരട്ടി കൂട്ടുന്നു. എല്ലാം കൊണ്ടും ജീവിത സാഹചര്യം ദുസ്സഹമാക്കി. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, പൊളിഞ്ഞു വീഴുന്ന കെട്ടിടങ്ങൾ, സർക്കാർ ആശുപത്രിയുടെ ദയനീയ സ്ഥിതി, അതുപോലെ ആളുകൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വയോജന പെൻഷനുകളും ക്ഷേമ പെൻഷനുകളും ഒക്കെ തടഞ്ഞു വച്ചിരിക്കുന്നു. ഫ്ലഡിന് വേണ്ടിയിട്ടും ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ടും ഒക്കെ കൊടുത്തിട്ടുള്ള കണക്കുകളുടെ വകമാറ്റി ചെലവഴിക്കലും അതിൻ്റെ ശരിയായിട്ടുള്ള കണക്ക് ബോധിപ്പിക്കാത്തത് കൊണ്ടും ഉള്ള പ്രശ്നങ്ങൾ. അതുപോലെ PM ശ്രീ പദ്ധതി തടഞ്ഞു വച്ചിരിക്കുന്നു, വന്ധ്യവയോജൻ പദ്ധതി തടഞ്ഞു വച്ചിരിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും കേരളത്തിലെ ജനങ്ങൾക്ക് മതിയായി ഈ ഭരണം. ഈ LDFൻ്റെ ദുഷ്ഭരണത്തിന് ശേഷം UDF എന്നുള്ള ഒരു ഓപ്ഷനേ ഇല്ല. അത് വന്നു കഴിഞ്ഞാൽ ഇത് തുടർന്നു പോവുകയുള്ളൂ, മാറ്റം വരില്ല. അപ്പോൾ ജനം ഒന്നാകെ പറയുന്നത് നമുക്ക് മതിയായി, ഇനി വേണം ഒരു മാറ്റം, മാറാത്തതിനി മാറും, കേരളം ഇനി വളരും എന്നുള്ള ഒരു മുദ്രാവാക്യം ജനങ്ങളാകെ ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ജനങ്ങൾ NDA ജനങ്ങൾക്കൊപ്പം, ജനങ്ങൾ NDAക്കൊപ്പം എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് മാറി. നമുക്കൊരു വൻപിച്ച പ്രവാഹം മറ്റു പാർട്ടികളിൽ നിന്ന് NDAയിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്ന, BJPയിൽ ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്കറിയാമോ, ശാസ്തമംഗലം വാർഡിൽ എനിക്കെതിരെ പരാതി കൊടുത്ത ഒരു IPS എന്നുള്ള പേര് വെച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത രശ്മി എന്ന് പറയുന്ന ആപ്പിൻ്റെ കാൻഡിഡേറ്റ് ഇന്നലെ BJPയിൽ ചേർന്നതറിഞ്ഞോ? എനിക്കെതിരെ മത്സരിച്ച ആപ്പിൻ്റെ സ്ഥാനാർത്ഥിയാണ്. എനിക്കെതിരെ ഞാൻ IPS വെച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തയാളാണ്. അത് ഇന്നലെ വന്ന് അവർ BJPയുടെ ഷോള് വിട്ട് ഞാൻ നിന്നോളാമെന്ന് പറഞ്ഞ് നിന്നു. അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തി. എന്നെ വളരെ ദേഷ്യത്തോടു കൂടി, എന്തൊരു ധാർഷ്ട്യമാണ് ഇവർക്ക്, ഒരു പഴയ മേയർ ഇപ്പോഴത്തെ ഒരു MLAയോട് വെറും ഒരു കൗൺസിലർ എങ്ങനെയാണ് റൂം ഒഴിഞ്ഞു പോകാൻ പറയുന്നത് എന്ന് പറഞ്ഞ ആൾ എന്താ ചെയ്ത്, ആരും പറയാതെ കെട്ടി പെറുക്കിയെടുത്ത് റൂം ഒഴിഞ്ഞു പോയി വേറെ സ്ഥലത്ത് ഓഫീസും തുടങ്ങി. ഇനിയിപ്പോൾ അതുപോലെ അയാൾക്ക് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന് കെട്ടി ഇറങ്ങിപ്പോയി വേറെ സ്ഥലത്ത് പോകാനായിട്ട് വീട്ടിൽ ചെന്നിരിക്കാൻ, കഴക്കൂട്ടത്തെ സ്വന്തം വീട്ടിൽ ചെന്നിരിക്കാനുള്ള സമയമായി. ഇത് നമ്മൾ കാണിച്ചു കൊടുക്കണം. അതുപോലെ കേരള സർക്കാർ പാട്ടക്കെട്ടും ചുവന്നുകൊണ്ട് തലയിൽ വെച്ചുകൊണ്ട് അവരവരുടെ സ്വന്തം വീടുകളിൽ പോയി ഇരുന്ന് ബാക്കി ശിഷ്ടകാലം സുഖമായി ജീവിക്കണം. അതിനുവേണ്ടി സമ്പാദിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. സ്വിസ് ബാങ്കിലൊക്കെ കാശ് കിടപ്പുണ്ട്. അതൊക്കെ വെച്ചിട്ട് ശിഷ്ടകാലം മരുന്നും കഴിച്ച് ജീവിച്ചിരുന്ന കെട്ടി പോകാനുള്ള സമയമായി. ഇനി ഇവിടെ ഭരണം വരേണ്ടത് ഇനി ഇവിടെ ഇന്ത്യയുടെ BJPയുടെ മുഖ്യമന്ത്രി ഉണ്ടാവണം, BJPയുടെ NDAയുടെ മന്ത്രിമാരുണ്ടാവണം, സദ്ഭരണം, അഴിമതിരഹിത ഭരണം ഉണ്ടാകണം, എല്ലാവർക്കും ക്ഷേമം, എല്ലാവർക്കും വികസനം, സുരക്ഷ, വിശ്വാസ സംരക്ഷണം, ഇതൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ NDA ഇവിടെ വന്നേ തീരും. അതുകൊണ്ട് മാറ്റത്തിലായിട്ട് നമുക്ക് ആ താക്കോൽ നല്ല രീതിയിൽ ഉപയോഗിച്ച് വാതിലുകൾ മലർക്കെ തുറക്കാം. ഇവിടെ താമര വിരിയട്ടെ, ഇവിടെ സദ്ഭരണം വരട്ടെ. വട്ടിയൂർക്കാവിന് ആദ്യമായി ഒരു വനിതാ MLA BJPക്ക് സമ്മാനിക്കാൻ സാധിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങൾ എല്ലാ വിധത്തിലുള്ള ഊർജിതമായ പ്രവർത്തനങ്ങളും തുടർന്ന് കൊണ്ടുപോകൂ. നിങ്ങൾ എല്ലാ വീടുകളിലും ചെന്ന് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സുഹൃത്തുക്കളോടും അടുത്ത വീട്ടുകാരോടും ഒക്കെ പറഞ്ഞിട്ട് എല്ലാവരും വന്ന് വോട്ട് ചെയ്യണം. ബൂത്തുകളിൽ അന്ന് ഏപ്രിൽ 9-ാം തീയതി വോട്ട് ചെയ്യാതെ മാറി നിൽക്കരുത്. എല്ലാവരും വന്ന് വോട്ട് ചെയ്യണം. താമരയ്ക്ക് തന്നെ വോട്ട് ചെയ്യണം. വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി നമുക്ക് ജയിച്ചു വരണം. ഭാരത് മാതാ കി ജയ്.